റെസ്റ്റോറന്റ് എന്നാൽ കേവലം ഭക്ഷണം കഴിക്കാനുള്ള ഒരിടം എന്നതിലുപരി ഇന്ന് ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. വ്യത്യസ്തമായ രുചികൾക്കൊപ്പം ആംബിയൻസിനും പ്രാധാന്യം നൽകുന്ന പുത്തൻ ട്രെൻഡുകളുടെ പിന്നാലെയാണ് പലരും. വാരണാസിയിലെ ചേത്കച്ച് പ്രദേശത്തുള്ള ഖങ്കാൾ ഹൊറർ റെസ്റ്റോറന്റ് ഇത്തരത്തിലൊരു വേറിട്ട പരീക്ഷണം നടത്തിയതാണ് വാർത്തകളിൽ ഇടം പിടിച്ചത്. എന്നാൽ ഈ പരീക്ഷണം ഇപ്പോൾ വലിയൊരു വിവാദത്തിലേക്കും വിമർശനങ്ങളിലേക്കുമാണ് വഴിമാറിയിരിക്കുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പ്രേതങ്ങളുടെയും അസ്ഥികൂടങ്ങളുടെയും രൂപങ്ങൾ കൊണ്ട് വിചിത്രമായി അലങ്കരിച്ച ഒരു റെസ്റ്റോറന്റാണിത്. ആളുകളെ ഭയപ്പെടുത്തിക്കൊണ്ട് രസിപ്പിക്കുക എന്നതാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം. ഭക്ഷണത്തിന് ഓർഡർ നൽകി കാത്തിരിക്കുന്നവർക്കിടയിലേക്ക് പ്രേത വേഷധാരികളായ ജീവനക്കാർ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടും. മുതിർന്നവർ ഇതിനെ തമാശയായി കാണുമെങ്കിലും കുട്ടികളുടെ കാര്യം വരുമ്പോൾ സ്ഥിതി മാറുന്നു. സമീപകാലത്ത് റെസ്റ്റോറന്റ് അധികൃതർ തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു വീഡിയോയാണ് ഇപ്പോൾ വിവാദങ്ങൾക്ക് ആധാരം. ഒരു കൊച്ചുകുട്ടിയെ ജീവനക്കാർ ക്രൂരമായി ഭയപ്പെടുത്തുന്നതാണ് ഈ ദൃശ്യങ്ങളിലുള്ളത്. റെസ്റ്റോറന്റിലെത്തിയ ഒരു കുടുംബത്തിലെ കൊച്ചുബാലൻ ഭയാനകമായ വേഷം കെട്ടിയ ജീവനക്കാരനെ കണ്ട് നിലവിളിക്കുന്നത് വീഡിയോയിൽ വ്യക്തമാണ്. ആ കുട്ടി അത്യധികം പരിഭ്രാന്തിയിലാണെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാകും. ഭയന്ന് വിറച്ച ആ കുട്ടി പ്ലീസ് പാപ്പ നെഹി എന്ന് കരഞ്ഞുകൊണ്ട് അപേക്ഷിക്കുന്നത് ആരുടെയും ഉള്ളലയ്ക്കുന്ന കാഴ്ചയാണ്. എന്നാൽ ജീവനക്കാരൻ അവിടെ നിന്നും മാറാൻ തയ്യാറായില്ല. ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം കുട്ടിയുടെ മാതാപിതാക്കൾ പോലും ഈ ക്രൂരത തടയാൻ ശ്രമിച്ചില്ല എന്നതാണ്. ജീവനക്കാരന്റെ പ്രവൃത്തി ആസ്വദിക്കുകയായിരുന്നു അവർ എന്നാണ് വീഡിയോ നൽകുന്ന സൂചന. സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ പ്രചരിച്ചതോടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയരുന്നത്. ഒരു കുഞ്ഞിന്റെ മാനസികാരോഗ്യം വെച്ച് കളിക്കാൻ ആർക്കും അവകാശമില്ലെന്ന് നെറ്റിസൺസ് ചൂണ്ടിക്കാട്ടുന്നു. ഭയം എന്ന വികാരം ഒരു കുട്ടിയുടെ മനസ്സിൽ ഏൽപ്പിക്കുന്ന ആഘാതം ചെറുതല്ല. ഇത് കുട്ടികളിൽ ദീർഘകാല അടിസ്ഥാനത്തിൽ ഫോബിയ പോലെയുള്ള മാനസിക പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. വിപണന തന്ത്രങ്ങളുടെ ഭാഗമായി ഇത്തരം ക്രൂരതകൾ കാണിക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ല. കേവലം കുറച്ച് ലൈക്കുകൾക്കും റീച്ചിനും വേണ്ടി കുഞ്ഞുങ്ങളെ ഇരയാക്കുന്നത് അപലപനീയമാണ്. പലരും റെസ്റ്റോറന്റിന് എതിരെ നിയമ നടപടി വേണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കുട്ടികളുടെ സംരക്ഷണത്തിനായി നിലകൊള്ളുന്ന സംഘടനകളും ഈ വിഷയത്തിൽ ഇടപെടണമെന്ന ആവശ്യം ശക്തമാണ്. അതിഥികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് ആതിഥ്യ മര്യാദ. എന്നാൽ വാരണാസിയിലെ ഈ റെസ്റ്റോറന്റ് അതിഥികളെ, പ്രത്യേകിച്ച് നിഷ്കളങ്കരായ കുട്ടികളെ ഭയപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. റെസ്റ്റോറന്റുകൾ തങ്ങളുടെ ലാഭത്തിന് വേണ്ടി മാനുഷിക പരിഗണനകൾ മറക്കരുത്. വിനോദം എന്ന പേരിൽ മറ്റൊരാളുടെ മനോവേദനയെ ആഘോഷമാക്കുന്നത് പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല. വൈറലാകാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള പ്രവണതകൾ കർശനമായി നിയന്ത്രിക്കപ്പെടേണ്ടതുണ്ട്. മാതാപിതാക്കളും ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തണം. കുട്ടികളെ ഇത്തരം സാഹചര്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതും അവർ ഭയക്കുമ്പോൾ അത് ആസ്വദിക്കുന്നതും മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നുള്ള വലിയ വീഴ്ചയായാണ് വിലയിരുത്തപ്പെടുന്നത്. വാരണാസിയിലെ ഈ സംഭവം വിനോദസഞ്ചാര മേഖലയിലെ ധാർമ്മികതയെക്കുറിച്ചുള്ള പുതിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. ലാഭത്തേക്കാൾ പ്രധാനം മനുഷ്യത്വമാണെന്ന് പലരും ഓർമ്മിപ്പിക്കുന്നു. നിലവിൽ റെസ്റ്റോറന്റ് അധികൃതർ ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. എന്നാൽ സൈബർ ലോകത്ത് അവർക്കെതിരെയുള്ള ക്യാമ്പയിൻ ശക്തമാവുകയാണ്. ഇത്തരം സ്ഥലങ്ങൾ ബഹിഷ്കരിക്കണമെന്നും ആഹ്വാനവുമുണ്ട്. ഈ സംഭവം മറ്റ് റെസ്റ്റോറന്റ് ഉടമകൾക്കും ഒരു പാഠമാകണം. ക്രിയേറ്റിവിറ്റി എന്നത് മറ്റുള്ളവർക്ക് ഉപദ്രവമാകുന്ന രീതിയിലാകരുത്. കുട്ടികളുടെ സുരക്ഷയും സമാധാനവും എപ്പോഴും മുൻഗണന അർഹിക്കുന്നുണ്ട്. ഒടുവിൽ സമൂഹത്തിന്റെ വലിയ തോതിലുള്ള പ്രതിഷേധം റെസ്റ്റോറന്റ് നയങ്ങളിൽ മാറ്റം വരുത്താൻ അധികൃതരെ നിർബന്ധിതരാക്കുമോ എന്ന് കണ്ടു തന്നെ അറിയണം.